വേജ് ബോർഡ് റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകർ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തി. പ്രസ് ക്ലബ്ബിൽ നിന്നും പോസ്റ്റ് ഓഫീസിലേക്ക് പ്രകടനം നടത്തി. കേരള പത്രപ്രവർത്തക യൂണിയൻ, കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഉപവാസ സമരം. CITU സംസ്ഥാന സെക്രട്ടറി പി. രാഘവൻ ഉപവാസം ഉദ്ഘാടനം ചെയ്തു. വേജ് ബോർഡിനെ സംബന്ധിച്ചൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നിരന്തരമായ നിരവധി വർഷക്കാലത്തെ സമരത്തിന് ശേഷമാണ് വേജ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത്. കാലാകാലം പത്രപ്രവർത്തകരുടെ വേതനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേജ് ബോർഡ് ശുപാർശ ചെയ്യുന്ന തീരുമാനങ്ങളിലെ ശുപാർശകൾ കേന്ദ്ര ഗവൺമെന്റ് തൊഴിൽ മന്ത്രാലയം തന്നെ ഏറ്റെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നതായിരുന്നു വേജ് ബോർഡ് രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന സങ്കല്പം. ശമ്പള പരിഷ്കരണ കമ്മീഷനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, ഓരോ 5 കൊല്ലം കഴിയുമ്പോഴും ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യയിലെ സംസ്ഥാന ഗവൺമെന്റുകളും ബാധ്യതപ്പെട്ടവരാണ്. എന്നാൽ അതെല്ലാം മാറിയിരിക്കുകയാണ്. ശമ്പള കമ്മീഷൻ തന്നെ വേണ്ട എന്നൊരു നിഗമനത്തിലേക്ക് 1990 ശേഷം ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യയിലെ പല സംസ്ഥാന ഗവൺമെന്റുകളും എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുണ്ട്. അതിന് മറ്റു പല കാരണങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പോലെ തന്നെ വേജ് ബോർഡ് നടപ്പിലാക്കിയില്ലെങ്കിൽ ശുപാർശ ചെയ്തിട്ടുള്ള ശുപാർശ നടപ്പിലാക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് ഇന്ത്യ ഗവൺമെന്റ് എടുത്തതിന്റെ ഭാഗമായിട്ടാണ് സാധാരണ ഗതിയിൽ നിന്ന് മാറി വേജ് ബോർഡിന്റെ റിപ്പോർട്ട് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നതിന് പകരം പ്രധാനമന്ത്രിയുടെ അനുവാദത്തിനായി പ്രധാനമന്ത്രിയുടെ ആഫീസിലേക്ക് അയച്ചിരിക്കുന്നു. പത്രപ്രവർത്തകരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കമ്പനി ഉടമകൾ തയ്യാറായില്ലെങ്കിൽ പൊതുജന സമരം സംഘടിപ്പിക്കുമെന്ന് പി. രാഘവൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെ സ്വാധീനിച്ച് വേജ് ബോർഡ് റിപ്പോർട്ട് അട്ടിമറിക്കാനാണ് കമ്പനി ഉടമകൾ ശ്രമം നടത്തുന്നത്. റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ കടുത്ത എതിർപ്പ് വളർന്ന കാര്യം മനസ്സിലാക്കുന്നതായി യൂണിയൻ അംഗങ്ങൾ പറഞ്ഞു. KUWJ ജില്ലാ പ്രസിഡന്റ് കെ. വിനോദ് ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് കെ. വെളുത്തമ്പു, BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ. ശ്രീകാന്ത്, AITUC ജില്ലാ സെക്രട്ടറി KV കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.